നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വളർച്ചാനുമാനം ഉയർത്തി EY. നിക്ഷേപ തന്ത്രങ്ങളും വ്യാപാര വൈവിധ്യവൽക്കരണവും മുന്നേറ്റത്തിന് നിർണായകമെന്ന് റിപ്പോർട്ട്. കടമെടുപ്പ് വിശ്വാസ്യത സംബന്ധിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തി മൂഡീസ്. സാമ്പത്തിക പ്രതിബദ്ധത നിറവേറ്റാൻ രാജ്യത്തിന് മതിയായ ശേഷിയെന്ന് റിപ്പോർട്ട്. ഓഹരി വിപണിയിലെ മാന്ദ്യത്തെ മറികടന്ന് IPO മുന്നേറ്റം. ഒരു വർഷത്തിനുള്ളിൽ സമാഹരിച്ചത് 1.7 ലക്ഷം കോടി രൂപ. റിസർവ് ബാങ്കിന്റെ ധനനയ യോഗത്തിന് തുടക്കം. റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ. ഇന്ത്യയും യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയും തമ്മിലുള്ള വ്യാപാര കരാർ ബുധനാഴ്ച നിലവിൽ വരും. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ കുറവുണ്ടാകും. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തയാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 83 പോയിന്റ് താഴ്ന്ന് 80,364-ലും നിഫ്റ്റി 19 പോയിന്റ് താഴ്ന്ന് 24,634-ലും ക്ലോസ് ചെയ്തു. വിശദ വിവരങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് ഇന്നത്തെ ഓഹരി വിപണിയുടെ വിശദാംശങ്ങൾ? ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷനാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിനം ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പോസിറ്റീവായിട്ടും ഓൺ ദി അതർ ഹാൻഡും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഇന്ത്യ US ട്രേഡ് ടോക്സ് എങ്ങും എത്തിയിട്ടില്ല. RBIയുടെ മോണിറ്ററി പോളിസി വരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഹൈലി വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഇന്നത്തെ ഒരു ഓപ്പണിംഗ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 24,700 എന്നുള്ള ഒരു ലെവൽ മറികടന്നുകൊണ്ടായിരുന്നു. അവിടെ നിന്നും 24,791 എന്നുള്ള ഒരു ഡേ ഹൈ ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് 24,606 എന്നുള്ള ഒരു ഡേ ലോയ്ക്ക് സമാനമായിക്കൊണ്ട് തന്നെ നിന്ന് 24,634 എന്നുള്ള ഒരു നിലവാരത്തിലേക്കാണ് നിഫ്റ്റി 50 ഇന്ന് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു മന്ത്ലി എക്സ്പയറി ഡേക്ക് തൊട്ട് മുൻപത്തെ ദിവസം ഹൈലി വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. കാരണം തുടർച്ചയായിട്ടുള്ള ഒരു 7 സെഷനുകളിൽ മാർക്കറ്റ് ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി മുന്നോട്ട് പ്രധാനപ്പെട്ട കീ സപ്പോർട്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്നും വീണ്ടും നിഫ്റ്റി ഇടിയുമോ എന്നുള്ളൊരു കൺസേൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ടു മച്ച് ഓഫ് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. ഇനി സപ്പോർട്ട് പ്രധാനപ്പെട്ട അനലിസ്റ്റുകളൊക്കെ തന്നെ പറയുന്ന സപ്പോർട്ട് ലെവലുകൾ കൈവിടുകയാണെങ്കിൽ ഒരുപക്ഷെ 24,600 കൈവിടുകയാണെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് വളരെയധികം വലിയൊരു ഫോള് നമുക്ക് നിഫ്റ്റിയിൽ എക്സ്പെക്ട് ചെയ്യാം എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പക്ഷേ ആ 24,600 എന്നുള്ള ഒരു ലെവൽ ത്രൂ ഔട്ട് ദ ഡേ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ജാസ്മിൻ ജമാലാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. GST പരിഷ്കരണത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തിന്റെ വളർച്ചാ അനുമാനം ഉയർത്തി EY. സർക്കാരിന്റെ നിക്ഷേപ തന്ത്രങ്ങളും വ്യാപാര വൈവിധ്യവൽക്കരണവും മുന്നേറ്റത്തിന് നിർണായകമെന്നും റിപ്പോർട്ട്. നേരത്തെ EY GDPയിൽ 6.5% വളർച്ചയാണ് പ്രവചിച്ചിരുന്നത്. എന്നാൽ GST പരിഷ്കാരം വന്നതോടെ ഇത് ഉയർത്തുകയാണെന്നാണ് ഏജൻസി വ്യക്തമാക്കിയത്. 6.7%-ആയാണ് വളർച്ച അനുമാനം ഉയർത്തിയിരിക്കുന്നത്. GST പരിഷ്കരണം സാധാരണ ജനത്തിന്റെ ബജറ്റിൽ കുറവ് വരുത്തും. പ്രത്യേകിച്ച് ഗാർഹിക ബജറ്റിൽ മാറ്റം വരും. ഇത് ഉപഭോഗം ഉയർത്തുകയും GDP മുന്നേറ്റത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം താരിഫ് അടക്കമുള്ള ആഭ്യന്തര വെല്ലുവിളികളും രാജ്യത്തിനുണ്ട്. ഇതിനെ അതിജീവിക്കുന്നതിൽ രാജ്യത്തിന്റെ നിക്ഷേപ തന്ത്രങ്ങൾ വൈവിധ്യവൽക്കരിക്കണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നയങ്ങൾക്ക് സുപ്രധാന പങ്കാണുള്ളതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. 2030 US-ഉമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ $500 ബില്യൺ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. കയറ്റുമതിക്കും ഇറക്കുമതിക്കുമിടയിൽ ഇത് തുല്യമായി വിഭജിക്കണം. കൂടാതെ പ്രധാന മേഖലകളിൽ പ്രത്യേകിച്ച് സേവന കയറ്റുമതിയിലും ക്രൂഡ്, പ്രകൃതിവാതകം, പ്രതിരോധ വസ്തുക്കളുടെ ഇറക്കുമതിയിലും ഏകദേശം 20% വാർഷിക വളർച്ച ആവശ്യമാണെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കടമെടുപ്പ് വിശ്വാസ്യത സംബന്ധിച്ച് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തി മൂഡീസ്.
സാമ്പത്തിക പ്രതിബദ്ധത നിറവേറ്റാൻ രാജ്യത്തിന് മതിയായ ശേഷിയുണ്ടെന്ന് റിപ്പോർട്ട്. സ്ഥിരതയുള്ള വളർച്ചാ സാധ്യതയാണ് മൂഡീസിന്റെ Baa3 റേറ്റിംഗ് ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആഗോള വെല്ലുവിളികളും ഉയർന്ന കടബാധ്യതയും ഇപ്പോഴും ആശങ്കാജനകമാണ്. ഈ ആശങ്കയെ മറികടക്കാൻ പ്രേരിപ്പിക്കുന്നത് US താരിഫുകളും നയമാറ്റങ്ങളും രാജ്യത്തിന് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കില്ലെന്ന വസ്തുതയാണെന്നും ഏജൻസി വ്യക്തമാക്കി. ശക്തമായ സാമ്പത്തിക വളർച്ച, GDP വളർച്ചാ പ്രവചനങ്ങൾ എന്നിവയെല്ലാം സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുണ്ട്. എങ്കിലും താരിഫുകൾ ഇന്ത്യയുടെ ദീർഘകാല കയറ്റുമതി ഉൽപാദന അഭിലാഷങ്ങൾക്ക് തടസ്സമായേക്കാമെന്നും മൂഡീസ് മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഹരി വിപണിയിലെ മാന്ദ്യത്തെ മറികടന്ന് IPO മുന്നേറ്റം. ഒരു വർഷത്തിനുള്ളിൽ സമാഹരിച്ചത് 1.7 ലക്ഷം കോടി രൂപ. 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ ഇന്ത്യയിലെ IPO വിപണി ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. മുൻ വർഷത്തേക്കാൾ ഇരട്ടി ഫണ്ട് സമാഹരിച്ചുകൊണ്ട് ഓഹരി വിപണിയിലെ അനിശ്ചിതത്വത്തെ മറികടന്നു. ശക്തമായ ആഭ്യന്തര പണലഭ്യതയും വൈവിധ്യമാർന്ന ഇഷ്യൂകളും കാരണം 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെ 86 IPOകൾ 1,70,897 കോടി രൂപ സമാഹരിച്ചു. ഒരു വർഷം മുമ്പ് ഇതേ കാലയളവിൽ സമാഹരിച്ചതിന്റെ ഇരട്ടി. ഇതേ കാലയളവിൽ BSE സെൻസെക്സ് 84,266 നിന്ന് 3.5% ഇടിഞ്ഞ് 80,426 എത്തി. നിഫ്റ്റി ആകട്ടെ 25,797 നിന്ന് 4.4% ഇടിഞ്ഞ് 24,655 ആയി. 2024 ഒക്ടോബറിൽ 30 IPOകൾ വെറും 3 മാസത്തിനുള്ളിൽ 95,513 കോടി രൂപ സമാഹരിച്ചതോടെയാണ് ഈ ആവേശം ആരംഭിച്ചത്. തുടർന്ന് 2025 ആദ്യ പകുതിയിൽ മാന്ദ്യം അനുഭവപ്പെട്ടു. 2025 ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ 37 IPOകൾ 45,551 കോടി സമാഹരിച്ചതോടെ പ്രവർത്തനം വീണ്ടും ശക്തി പ്രാപിച്ചു. 2025 ആദ്യ 9 മാസങ്ങളിൽ 56 IPOകൾ 75,384 കോടി രൂപ സമാഹരിച്ചു. 2024 ഇതേ കാലയളവിൽ 60 IPOകൾ 64,011 കോടിയാണ് സമാഹരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റിസർവ് ബാങ്കിന്റെ ധനനയ യോഗത്തിന് തുടക്കം. റിപ്പോ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയെന്ന് സാമ്പത്തിക വിദഗ്ധർ. ട്രംപിന്റെ താരിഫ് ആഘാതം വിപണിക്ക് ഭീഷണിയായ സാഹചര്യത്തിലാണ് റിപ്പോ നിരക്കിൽ കുറവ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. റോയിറ്റേഴ്സ് സർവേയിലാണ് ഇക്കാര്യം പറയുന്നത്. അല്ലാത്തപക്ഷം 5.5% നിരക്കിൽ റിപ്പോ നിലനിർത്തുമെന്നാണ് ഭൂരിപക്ഷം സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. കുറയുകയാണെങ്കിൽ ഇത് 25 ബേസിസ് പോയിന്റ് ആയിരിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി, ബാർക്ലേസ്, ക്യാപിറ്റൽ ഇക്കണോമിക്സ്, SBI എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ബാങ്കുകളാണ് നിരക്ക് കുറവ് പ്രതീക്ഷിക്കുന്നതെന്നതും പ്രസക്തമാണ്. താരിഫ് നിരക്ക് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇതിനൊപ്പം പണപ്പെരുപ്പം ഉയരാനുള്ള സാധ്യതയും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒക്ടോബർ 1 പണനയ പ്രഖ്യാപനമുണ്ടാവുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രാരംഭ ഓഹരി വിൽപ്പനയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ടാറ്റ ക്യാപിറ്റൽ. പ്രൈസ് ബാൻഡ് ഓഹരി 1-ന് 310 മുതൽ 326 രൂപ വരെ. ലക്ഷ്യം 15,500 കോടി രൂപയുടെ ഫണ്ട് സമാഹരണം. ടാറ്റയുടെ ധനകാര്യ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ലിസ്റ്റിംഗ് ആണ് ടാറ്റ ക്യാപിറ്റലിന്റേത്. ഒക്ടോബർ 6 മുതൽ 8 വരെയാണ് ഓഹരിയുടെ സബ്സ്ക്രിപ്ഷൻ സമയപരിധി. റീഫണ്ട് 10-ന് ആരംഭിക്കും. അതേ ദിവസം ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഓഹരികൾ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ലിസ്റ്റിംഗ് തീയതി 13 IPOയിൽ മൊത്തം 47.58 കോടി ഓഹരികൾ വിൽപ്പനയ്ക്കെത്തും. ഇതിൽ 21 കോടി പുതിയ ഇഷ്യൂവും 26.58 കോടി ഓഹരികൾ OFS രൂപത്തിലുമാണ്. 46 ഓഹരികൾ അടങ്ങുന്നതാണ് ഒരു ലോട്ട് സൈസ്. IPO കൈകാര്യം ചെയ്യുന്ന ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർമാരിൽ കൊട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, ആക്സിസ് ക്യാപിറ്റൽ, സിറ്റി ഗ്രൂപ്പ്, HDFC ബാങ്ക്, HSBC, ICICI സെക്യൂരിറ്റീസ്, JP മോർഗൻ, SBI ക്യാപിറ്റൽ തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണ്ണവില ചരിത്രത്തിലെ ഉയർന്ന നിലയിൽ. ഗ്രാമിന് 85 രൂപയും പവന് 680 രൂപയുമാണ് ഇന്ന് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 1,670 രൂപയിൽ 10,670 രൂപയിലെത്തി. പവന് 85,360 രൂപയായി. വെള്ളി വിലയിലും വർധന. ഗ്രാമിന് 6 രൂപ വർദ്ധിച്ച് 150 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. ഇതോടെ ഇന്നത്തെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.